എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 പത്രങ്ങളുടെ ഒന്നാം പേജ് എങ്ങനെയാണ് എന്ന് ഒന്ന് നോക്കാം. എന്നിട്ട് വാർത്തകളെ കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാം. ഇതാണ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ്. ഇതില് ട്രംപൻ തീരുവ എന്നാണ് തലക്കെട്ട്. ഇന്ത്യക്ക് 50% അന്യായം വിമർശിച്ച് ഇന്ത്യ എന്ന ഒരു സൈഡ് സ്റ്റോറി ഉണ്ട്. ഏറ്റവും ഉയർന്ന നിരക്ക്, ബ്രിക്സിലും ഉയർന്ന തീരുവ, WTO സമീപിച്ച ബ്രസീൽ, അങ്ങനെ ട്രംപ് നേരത്തെ 25% തീരുവ ചുമത്തിയിരുന്നു. അത് പിന്നീട് ഒറ്റ രാത്രി കൊണ്ട് 50% വർദ്ധിപ്പിച്ചു. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ 25% പിഴ ചുങ്കം 21 ദിവസത്തിനകം നിലവിൽ വരും. വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച 25% പകര ചുങ്കം ഇന്ന് പ്രാബല്യത്തിൽ. ആ രീതിയിലാണ് മാതൃഭൂമിയുടെ ഒരു അരപ്പേജോളം നീക്കി വെച്ചിരിക്കുന്ന വാർത്ത. മറ്റൊന്ന് ഇടതുഭാഗത്ത് ഒറ്റപ്പെട്ട് ധരാലി എന്ന് പറയുന്ന ആ വർഷപാതത്തിന്റെ 70-ലധികം പേരെ കാണാനില്ല. 200 ഗ്രാമീണർ കുടുങ്ങിക്കിടക്കുന്നു. 100 പേരെ രക്ഷപ്പെടുത്തി. 5 മരണം എന്നുള്ള ആ ദുരന്ത വാർത്തയാണ് ഇടതുഭാഗത്തുള്ള ആ ഒരു പടത്തിലൂടെ വ്യക്തമാക്കുന്നത്. പിന്നീട് മെഡിസപ്പ് 2ാം ഘട്ടത്തിലേക്ക് അംഗീകാരം. പരിരക്ഷ 5 ലക്ഷം, മാസ പ്രീമിയം 750. നേരത്തെ 500 രൂപയായിരുന്നു മെഡിസപ്പിന്റെ മാസ പ്രീമിയം. അത് 750 രൂപയാക്കി വർദ്ധിക്കുന്നു. നേരത്തെ 3 ലക്ഷം രൂപ എന്നുള്ള ഇൻഷുറൻസ് പരിരക്ഷ അത് 5 ലക്ഷമാക്കുന്നു. അതാണ് അടുത്ത ഒരു പ്രാധാന്യത്തോടെ കൊടുത്തത്. മറ്റൊന്ന് പാലിയേക്കര ടോൾ ഫ്രീ. SCO പ്രധാനമന്ത്രി ചൈനയിലേക്ക് എന്ന് പറയുന്ന വാർത്തയുണ്ട്. അവൾ ബ്രൂസ്ലിയായി, അക്രമി തിരിഞ്ഞോടി. ഒരു പെൺകുട്ടി ഒരു അക്രമിയെ, ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ വളരെ ധീരമായി നേരിട്ടതിന്റെ ഒരു കഥയാണ്. അവൾ ബ്രൂസ്ലിയായി, അക്രമി തിരിഞ്ഞോടി. ഇത് മലപ്പുറത്തു നിന്നാണ് ഈ വാർത്ത. ഏതോ ഒരാൾ വായ പൊത്തി കൈകൾ പുറകിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഒരു 12 വയസ്സുകാരിക്ക് എന്തും ചെയ്യാനാവുമെന്ന് അവൾ കാണിച്ചു കൊടുത്തു. ശക്തമായി പ്രതിരോധിച്ച് കുതറി ഓടി രക്ഷപ്പെട്ട അവൾക്ക് അതിന് ധൈര്യം പകർന്നത് സ്കൂളിൽ നിന്ന് കിട്ടിയ കരാട്ടെ പരിശീലനം. തിരൂരങ്ങാടിയിലെ ആ കൊച്ചു മിടുക്കിയാണ് ഇന്ന് കേരളത്തിന്റെ നായിക. അപ്പൊ ഇന്ന് കേരളത്തിന്റെ നായിക ആയ ആ ഒരു കൊച്ചു പെൺകുട്ടിയെ കുറിച്ചുള്ള വാർത്തയാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ പേരോ പടമൊന്നും ഇല്ല കേട്ടോ. ബുധനാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. സ്കൂളിൽ പോകും വഴി ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ആ പെൺകുട്ടിയെ കടന്നു പിടിക്കുകയായിരുന്നു. റോഡിൽ വെച്ച് അയാൾ അവളുടെ വായ പൊത്തി കൈകൾ പുറകിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കി. എന്നാൽ അയാൾക്ക് അതിന് പറ്റിയില്ല. സ്കൂളിൽ വെച്ച് പരിശീലിച്ച കരാട്ടെ അവൾ ഒട്ടും പതറാതെ പ്രയോഗിച്ചു. കുതറിയോടി. സമീപത്തെ ഹോട്ടൽ ജീവനക്കാരായ വനിതകളുടെ അടുത്തേക്ക് എത്തി. അവരാണ് കുട്ടിയെ ആശ്വസിപ്പിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന എന്താ പറയാ ക്രൂര കൃത്യങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തുന്ന ക്രൈമുകൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസവും നമുക്കവർ അതിഥി തൊഴിലാളികളാണ്. പറഞ്ഞത് മാത്രം. പിന്നീടാണ് ഒരു ഫോട്ടോ കൊടുത്തിട്ട് അടിയോടടി. അറിയാലോ, ഇന്നലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ SFI ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. കണ്ണൂർ സർവകലാശാല യൂണിയൻ ഭാരവാഹി തിരഞ്ഞെടുപ്പിനിടെയുള്ള സംഘർഷത്തിനിടെ ചെടിച്ചട്ടി ഉപയോഗിച്ച് തമ്മിലടിക്കുന്ന SFI MSF പ്രവർത്തകർ. ചെടിച്ചട്ടി കൊണ്ടും മറ്റേ ഹെൽമറ്റ് കൊണ്ടൊക്കെ അടിക്കാൻ നേരത്തെ തന്നെ കാരണഭൂതം തന്റെ ഈ SFI DYFI ഗുണ്ടകൾക്ക് പരിശീലനം നൽകിയിരുന്നല്ലോ. അവർ നല്ല രീതിയിൽ ഇത് രക്ഷാപ്രവർത്തനമാണ്. ഇത് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊരു രക്ഷാപ്രവർത്തനം നടത്തിയതാണ്. SFI MSF പ്രവർത്തകർ തിരഞ്ഞെടുപ്പിൽ ഇവർ പരസ്പരം തമ്മിലടിച്ചു. SFIയും പിന്നെ MSFും. തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 26ാം തവണയും SFI വിജയിച്ചു. ബാലറ്റ് പേപ്പറൊക്കെ പിടിച്ചെടുത്ത് ഓടി എന്നൊക്കെയാണ് ഇന്നലെ വാർത്താ ചാനലുകളിലൊക്കെ പറഞ്ഞിരുന്നത്. 26ാം തവണയും SFI വിജയിച്ചു. കാസർഗോഡ്, വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനം SFIയിൽ നിന്ന് UDSF പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഈ KSUവിന്റെയും MSFന്റെയും സംഘടന SFIയിൽ നിന്ന് ചില സ്ഥാനങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്ന തകർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ CPMന്റെ തകർച്ചയുടെ ഒരു സൂചനയാണ്. SFIക്കും കലാലയങ്ങളിൽ പിടി നഷ്ടപ്പെടുന്നു. പക്ഷെ ഇവര് അക്രമികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഏറ്റവും കൗതുകകരമായ വാർത്ത എന്നുള്ളത് അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പരാതി ശ്വേതാ മേനോന്റെ പേരിൽ കേസ് എന്നുള്ളതാണ്. നമ്മുടെ ശ്വേതാ മേനോൻ മലയാളത്തിന്റെ പ്രിയങ്കരിയായ നായികയാണ് ശ്വേതാ മേനോൻ, അല്ലെ? അപ്പൊ ശ്വേതാ മേനോന്റെ പേരില് ഏറ്റവും എനിക്കൊന്ന് ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും തമാശ നിറഞ്ഞ ഒരു കോടതിയുടെ ഒരു ഇടപെടലാണ്. കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏതോ ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ, അയാൾ പേര് എന്തോ ഒരു മേനച്ചേരിയോ എന്തോന്നു പത്രപ്രവർത്തകനാണത്രേ, ശ്വേതാ മേനോനെതിരെ കേസ് കൊടുത്തത്. അപ്പൊ എന്താ കേസ് കൊടുത്തതെന്ന് വെച്ചാൽ ശ്വേതാ മേനോൻ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ മലയാളത്തിന്റെ പ്രിയങ്കരികളാണ്.
സണ്ണി ലിയോണൊക്കെ കൊച്ചിയിലെങ്ങാണ്ട് വന്നപ്പോ ഒരുപക്ഷെ ഇവിടത്തെ ഏറ്റവും വലിയ, ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങൾ വന്നാൽ പോലും ഇത്രയും ആൾക്കാർ വരുമായിരുന്നില്ല. പക്ഷെ സണ്ണി ലിയോണിനെ കാണാൻ വേണ്ടി ആളുകൾ വന്നു. കാരണം സണ്ണി ലിയോണിന്റെ നീലചിത്രങ്ങൾ അത്രമേൽ പക്ഷെ പുറത്തെല്ലാരും പറയും നീലചിത്രം അല്ലെങ്കിൽ ഈ പോർണോഗ്രാഫി എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ മലയാളികൾ എന്ന് നമ്മളെല്ലാവരും അറിയുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ ഒരു പാഷാണത്തിലെ കൃമി ഉണ്ടല്ലോ, ഇയാൾ പേരൊന്ന് നോക്കേ. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സിനിമയിൽ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന പരാതിയിൽ നടി ശ്വേതാ മേനോന്റെ പേരിൽ കേസെടുത്ത് പോലീസ് കേസെടുത്തതാണ് കേട്ടോ. തോപ്പുംപടി സ്വദേശി മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിൽ തോപ്പുംപടി സ്വദേശിയായ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഒരു ചൊറിയമ്പുഴുവാണ് ചിരിക്കാതെ എന്താ ചെയ്യാ, ശ്വേതാ മേനോനെതിരെ അശ്ലീല എന്താ പറയാ രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അത്രേ ഇയാൾ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് പറയുന്നതിൽ കേസ് കൊടുക്കാൻ പറ്റൂല. ഏത് സിനിമയാണെന്ന് അറിയാം. അതാണ് ഏറ്റവും വലിയ രസം. മലയാളികൾ മൊത്തം കാണുകയും പ്രശംസിക്കുകയും ചെയ്ത ഒന്ന് രതി നിർവേദം അറിയാലോ. നേരത്തെ ഭരതൻ രതി നിർവേദം, ജയഭാരതിയെയും കൃഷ്ണചന്ദ്രനെയും വെച്ച് രതി നിർവേദം ഒരുപക്ഷെ മലയാളത്തിലെ ഹിറ്റ് സിനിമകളിലൊന്നാണ് രതി നിർവേദം. 10-30 വർഷങ്ങൾക്ക് മുമ്പ്, 40 വർഷങ്ങൾക്ക് മുമ്പട്ടം നമ്മുടെ ഭരതൻ സംവിധാനം ചെയ്ത രതി നിർവേദം, അതിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്വേതാ മേനോനെ നായികയാക്കിക്കൊണ്ട് പിന്നീട് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആദ്യത്തെ ഭരതന്റെ രതി നിർവേദത്തിന്റെ അത്ര കലാമൂല്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ജനങ്ങളേറെ ഇഷ്ടപ്പെട്ട ചിത്രമായിരുന്നു ഈ പുതിയ രതി നിർവേദം. പിന്നെ കളിമണ്ണ് എന്ന് പറഞ്ഞ സിനിമ, അത് അത്രമാത്രം ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കളിമണ്ണ് പ്രധാന ഒരു എന്താ പറയാ ചർച്ചയായത് ശ്വേതാ മേനോൻ ഗർഭിണിയായ സമയത്ത് സിനിമയിൽ ശ്വേതയുടെ പ്രസവം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു കളിമണ്ണ്. പിന്നീട് ഉള്ള ഒരു സിനിമയാണ് പാലേരി മാണിക്യം. മമ്മൂട്ടി നായകനായി അഭിനയിച്ച പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയില് ഇപ്പം മനോഹര രംഗണ്ടേ. ഈ മമ്മൂട്ടിയുടെ ആ കഥാപാത്രം ശ്വേതയുടെ കാലുയർത്തിയിട്ട് ശ്വേതയുടെ ആ അടിവയറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയും അവളുടെ പൊക്കിളിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന ആ ഒരു മമ്മൂട്ടി ഉജ്ജ്വലമായി അഭിനയിച്ച സംഭവമാണ് കേട്ടോ. അതൊക്കെ ഈ ചൊറിയപ്പോഴും ഇതൊക്കെ അശ്ലീലം എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിക്കെതിരെ കേസില്ല കേട്ടോ. അതായത് ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സിനിമ സംവിധായകന്റെ കഥയാണ്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സംവിധായകൻ, അത് നിർമ്മിച്ച നിർമ്മാതാവും സംവിധായകനും ഇല്ലെങ്കിൽ പിന്നെ സിനിമ ഇല്ല. ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് നിർമ്മാതാവാണ്. ഇത് നിർമ്മിക്കുന്ന ആളാണ്. നിർമ്മിക്കുന്ന ആളെങ്കിൽ പിന്നെ സിനിമ ഉണ്ടാവില്ലല്ലോ. സംവിധായകനും അഭിനേതാക്കളും പാട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിലും സിനിമ ഉണ്ടാവണമെങ്കിൽ ഇത് നിർമ്മിക്കാൻ ഒരാൾ വരണം. അപ്പൊ നിർമ്മാതാവ്, അപ്പൊ സിനിമയുടെ ഏറ്റവും പരമാധികാരി എന്ന് പറയുന്നത് ആ സിനിമ നിർമ്മിക്കുന്ന ആളാണ്. പിന്നെ ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്ത് സംവിധാനം ചെയ്യുന്ന സംവിധായകൻ, ഇത് കഴിഞ്ഞിട്ട് ഇത് പകർത്തുന്ന ഫോട്ടോഗ്രാഫർ, സിനിമാറ്റോഗ്രാഫർ, പിന്നീട് ഇതിൽ അഭിനയിക്കുന്ന നടികളും നടന്മാരും, പിന്നെ അങ്ങനെ പോകുന്നു. ഇതില് ശ്വേത അശ്ലീല രംഗത്ത് അഭിനയിച്ചത്. ഈ അശ്ലീല രംഗം എഴുതിയുണ്ടാക്കിയ ആളെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ആളെ കുറിച്ച് പരാതിയില്ല. ഇത് സംവിധാനം ചെയ്ത ആളെ കുറിച്ച് പരാതിയില്ല. ഈ സിനിമയെ കുറിച്ച് പരാതിയില്ല. മാത്രമല്ല ഇത് സെൻസർ ബോർഡ് ഓക്കെ ആക്കിയ, എനിക്ക് തോന്നുന്നു ഇതിൽ പല സിനിമകൾക്കും എ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലായിരുന്നു. എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയായിരുന്നു. അങ്ങനെ പിന്നെ മറ്റൊന്ന്, ശ്വേത പണ്ടൊരു കോണ്ടത്തിന്റെ പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു. നിങ്ങളിൽ പലർക്കും അത് ഓർമ്മയുണ്ടാകും. ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ പരസ്യമായിരുന്നു അത്. ഒരു മലയാളി പെൺകുട്ടി, അന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ഏതാണ്ട് ഒരു ടീനേജ് പ്രായമാണെന്ന് തോന്നുന്നു. ഒരു 10-20 വയസ്സ് പ്രായമുള്ള കാലത്ത്, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ശ്വേത അന്ന് മോഡലായിട്ടാണ് ഒരു മോഡലിംഗ് രംഗത്തിലൂടെയാണ് ശ്വേത സിനിമയിലേക്ക് എത്തുന്നത്. അപ്പൊ അന്ന് ശ്വേതയെ പ്രശസ്തയാക്കിയത്, അന്ന് ശ്വേത എനിക്ക് തോന്നുന്നു ബോംബെയിലായിരുന്നു. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസവും മറ്റൊക്കെ ബോംബെയിലായിരുന്നു തോന്നുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് തോന്നുന്നു ഇവര് ഈ അന്ന് പ്രത്യേകിച്ചും ഈ കോണ്ടത്തിന്റെ ഒക്കെ പരസ്യങ്ങള്, കോണ്ടമൊക്കെ അങ്ങനെ എന്താ പറയാ ഈ പ്രചാരത്തിൽ വരുന്ന ആ ഒരു കാലത്ത്
കാമസൂത്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ കോണ്ടത്തിന് വളരെ വ്യത്യസ്തങ്ങളായ നിറങ്ങൾ, വ്യത്യസ്തങ്ങളായ മണങ്ങൾ, വ്യത്യസ്തങ്ങളായ അതിന്റെ ടെക്സ്ചർ, ഡോട്ടഡ് കോണ്ടം അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റഡ് കോണ്ടം, അങ്ങനെ കോണ്ടത്തിന്റെ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ കോണ്ടത്തിന്റെ ഒരു കൺസെപ്റ്റ് മാറ്റിയത്. സാധാരണ പണ്ടൊക്കെ ഈ നിരോധ് പോലുള്ള അല്ലെങ്കിൽ ഈ കോണ്ടം സർക്കാർ തന്നെ പുറത്തിറക്കുന്ന ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗർഭനിരോധന ഉറ എന്നാണ് പറയുക, ഗർഭനിരോധന ഉറ. അപ്പം ഗർഭനിരോധന ഉറ എന്നുള്ള കൺസെപ്റ്റിന് പകരം ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ലൈംഗികത ആസ്വാദ്യകരമാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള കോണ്ടങ്ങളും കൂടി പുറത്തിറക്കുന്നതിൽ ഏറ്റവും പ്രാമുഖ്യം വഹിച്ച, അതിനൊരു നേതൃത്വം വഹിച്ച അല്ലെങ്കിൽ ആദ്യമായി തുടങ്ങി വെച്ചതിന്റെ പയനീർ ആയിരുന്നു നമ്മുടെ ഈ കാമസൂത്ര കോണ്ടം എന്ന് പറയുന്നത്. ഇതിന്റെ മോഡലായിരുന്നു ശ്വേത. അതിഗംഭീരമായി ശ്വേത അതില് പോസ് ചെയ്തിരുന്നു. പണ്ടത്തെ ഇലസ്ട്രേറ്റഡ് വീക്കിലൊക്കെ കണ്ടവർക്ക് അറിയാം, അതിലൊക്കെ ഫുൾ പേജ് പരസ്യങ്ങൾ അല്ലെങ്കിൽ ആ കാലത്തെ ഡബാനിയർ അങ്ങനത്തെ അശ്ലീലമാസിക എന്ന് പറഞ്ഞോളൂ കേട്ടോ, ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മാഗസീനുകളിലൊക്കെ ഈ ചിത്രങ്ങളൊക്കെ അച്ചടിച്ചു വിടുന്നത്. അതായത് നിങ്ങൾ ആലോചിക്കണം, 40 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ്, 30-40 ഇടയിലുള്ള വർഷങ്ങൾക്ക് മുമ്പ് ശ്വേത അഭിനയിച്ച ആ ഒരു പരസ്യ ചിത്രം അക്കാലത്ത് ആർക്കൊരു പ്രശ്നമായിരുന്നില്ല. നോക്കണോ, അന്നത്തെ കാലത്ത് 10-35 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ആർക്കും, ഇവിടുത്തെ ഒരു ജനത്തിനും ഇത് അശ്ലീലതയാണ് എന്നൊക്കെ ഇന്നത്തെ പോലെ ശ്വേതക്കെതിരെ ഒരാളും ശബ്ദമുയർത്തിയിരുന്നില്ല. എല്ലാവരും അംഗീകരിച്ചു, ആസ്വദിച്ചു, ഒരു പരിധി വരെ ആസ്വദിച്ചു. അങ്ങനെയും നമുക്ക് വേണം പറയാം. ഇപ്പൊ ഈ മേനാച്ചേരി എന്ന് പറയുന്ന ചൊറിയമ്പുഴു കേസ് കൊടുത്തിരിക്കുകയാണ്. അതായത് അന്നത്തെ ആ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ച് ശ്വേത പൈസ ഉണ്ടാക്കി, പിന്നെ ഈ കളിമണ്ണ് എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചു, പിന്നെ പാലേരി മാണിക്യത്തിൽ അഭിനയിച്ചു, രതി നിർഭയത്തിലൊക്കെ അഭിനയിച്ചു. ഇവര് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു കണ്ട് പൈസ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന്. ഇവിടെ എനിക്ക് ചിരി വരുന്നത് വേറെ കുറെ പോർണോ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന മലയാളി നീള നമ്പ്യാർ, പിന്നെ എന്താണ് നമ്മുടെ വേറൊരു കഥാപാത്രം ഉണ്ടല്ലോ, പണ്ട് ഒരു ചുംബന സമരത്തിലൊക്കെ പങ്കെടുത്ത അങ്ങനെ പേരുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ മലയാളികൾ ഇഷ്ടം പോലെ ഇവിടെ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് ശ്വേതയാണ് അശ്ലീല സിനിമകളിലെ ഒരു മുഖം എന്നുള്ള രീതിയിലാണ് ഈ കേസ് വന്നത്. ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത ഇപ്പം ടിവിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, ശ്വേത ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഇത് FIR പിൻവലിക്കണം എന്ന് പറയുന്നത്. ഈ FIR റദ്ദ് ചെയ്യണം, തനിക്കെതിരെയുള്ള FIR റദ്ദ് ചെയ്യണം. പോലീസ് പറയുന്നത് ഇത് പ്രത്യേകിച്ച് കേസ് എടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെ കേസെടുക്കുകയാണ്, ആർക്കൊക്കെതിരെ കേസെടുക്കേണ്ടി വരും. മലയാള സിനിമയിലെ മുഴുവൻ താരങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരും. മലയാള സിനിമയിലെ മുഴുവൻ സംവിധായകർക്കെതിരെ, നടന്മാർക്കെതിരെ, മമ്മൂട്ടിക്കും മോഹൻലാലിനൊക്കെ എതിരെ കേസെടുക്കേണ്ടി വരും. ആ വാർത്ത ഇങ്ങനെയാണ്, ഞാൻ അതിന്റെ തുടക്കം വായിച്ചു നേരത്തെ. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സിനിമയിൽ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന പരാതിയിൽ നടി ശ്വേത മേനോന്റെ പേരിൽ കേസെടുത്ത് പോലീസ്. തോപ്പുംപടി സ്വദേശി മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിൽ എറണാകുളം CJM കോടതി നിർദ്ദേശത്തെ തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. അതേസമയം സെൻസർ ബോർഡ് അംഗീകരിച്ച മുഖ്യധാര സിനിമകളിലെ അഭിനയത്തിന്റെ പേരിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു എന്നും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടിയെന്നും FIR-ൽ പറയുന്നു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുത്തത് എന്നും അന്വേഷണം നടത്തുമെന്നും സെൻട്രൽ SP സിബി ടോം പറഞ്ഞു. താരസംഘടനയായ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ശ്വേത അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ആ ലാസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞതാണ് ഇത്തരമൊരു കേസിന് ആധാരമായ സംഭവം എന്ന് പറയുന്നത്. ശ്വേത അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താരസംഘടനയായ AMMA, അതായത് അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന താരസംഘടനയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ശ്വേത മത്സരിക്കുകയാണ്. നേരത്തെ അറിയാലോ, മോഹൻലാലായിരുന്നു, ഇന്നസെന്റും മോഹൻലാലും ഇടവേള ബാബു ഒക്കെ ആയിരുന്നു കുറെ കാലം ഈ താരസംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അവര് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അമ്മക്കെതിരായി ഉയർന്ന ഒരുപാട് പരാതികള്, ലൈംഗിക പീഡനം നടത്തുന്നവർക്ക് ഇവര് സംരക്ഷണം നൽകി അല്ലെങ്കിൽ ഇരകൾക്ക് എതിരെ നിന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം മോഹൻലാൽ അങ്ങനെ ആ സ്ഥാനം രാജിവെച്ച് പോയി. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പില് ശ്വേതയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ശ്വേതക്കെതിരെ മത്സരിച്ച പല ആൾക്കാരും അവരുടെ നോമിനേഷൻ പിൻവലിക്കുകയൊക്കെ ഉണ്ടായി. മിക്കവാറും ശ്വേത പ്രസിഡന്റ് ആവാൻ വേണ്ടി പോകുന്നു. അപ്പൊ ശ്വേതയെ അതിനു മുമ്പ് ഒരു ലൈംഗിക അപവാദ കേസിൽ ഉൾപ്പെടുത്തി ഇത് അട്ടിമറിക്കണം എന്ന് പറഞ്ഞാൽ ശ്വേതയെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കരുനീക്കങ്ങൾ മലപാർവതിയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പണ്ട് പറയുന്നതല്ലോ. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, വ്യത്യസ്തങ്ങളായ പവർ ഗ്രൂപ്പ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണിത്. കാരണം
അമ്മയുടെ തലപ്പത്തേക്ക് ഒരിക്കലും ശ്വേത വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് സിനിമയിലുണ്ട്. ശ്വേത വന്നു കഴിഞ്ഞാൽ ഇവരുടെ തോന്നിയാസങ്ങളൊന്നും നടക്കില്ല. അപ്പൊ ശ്വേതയെ എങ്ങനെ കരിവാരിത്തേക്കാം? അപ്പോഴാണ് ആലോചിച്ചപ്പോ ശ്വേത പണ്ട് ഈ സിനിമയിലൊക്കെ ഇത്തിരി ഇതൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ ഇതൊക്കെ എന്ത് ശ്വേതയുടെ നഗ്നത അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളൊക്കെ എന്ത് ദൃശ്യം, ഇതിനേക്കാൾക്ക് ഇഷ്ടംപോലെ ദൃശ്യങ്ങൾ അവർക്ക് ഫ്രീ ആയി കാണാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പൊ ആരെങ്കിലും ശ്വേതയുടെ ലൈംഗിക ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് ശ്വേതയുടെ സിനിമകളോ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ചും കളിമണ്ണ് പോലുള്ള അല്ലെങ്കിൽ രതിനിർവേദം പോലുള്ള അല്ലെങ്കിൽ പാലേരി മാണിക്യം പോലുള്ള സിനിമകളൊക്കെ ആരെങ്കിലും അശ്ലീലം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കാണും? എന്നിട്ട് പറയുന്നു, കേസ് മുഖ്യധാരാ സിനിമകളുടെ ദൃശ്യങ്ങളുടെ പേരിൽ പരാതിയിൽ പരാമർശിക്കുന്ന സിനിമകൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. രതിനിർവേദം, പാലേരി മാണിക്യം, കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ രംഗങ്ങളും അഭിനയിച്ച പരസ്യത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പരസ്യത്തിന്റെ പേരൊന്നും ഇതിൽ പറയുന്നില്ല. കാമസൂത്ര പരസ്യം. അതാണ് ശ്വേതയെ ഒരുപക്ഷെ ശ്വേതയുടെ കാരിയറിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാക്കിയത് തീർച്ചയായും ആ പരസ്യം തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് മാതൃഭൂമിയുടെ ഈ ഒന്നാം പേജ്. പലപ്പോഴും മാതൃഭൂമിയുടെ ഒന്നാം പേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാന വാർത്തകൾ ഒരുപാട് വാർത്തകൾ മറ്റ് പല പത്രങ്ങൾ ഒന്നാം പേജിൽ ഒരു 5 or 6 വാർത്തകൾ മാത്രം കൊടുക്കുമ്പോൾ ഒരു 10 or 20 വാർത്തകളോളം മാതൃഭൂമി കുത്തിക്കയറ്റി ഒന്നാം പേജിൽ വെക്കാറുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് അറിയാൻ കഴിയും എന്നൊരു പ്രത്യേകത മാതൃഭൂമി പത്രത്തിലുണ്ട്. നമുക്ക് അടുത്ത പത്രം മലയാള മനോരമ നോക്കാം. മലയാള മനോരമയിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ട്രംപിന്റെ ഈ തീരുവ പ്രഖ്യാപനമാണ്. തീരുവ ഇന്ത്യക്ക് 50% ട്രംപിന്റെ ഉത്തരവ്. ഇടിത്തീരുവ എന്നാണ് ഇതിന്റെ തലക്കെട്ട്. ബ്രസീലിനൊപ്പം ഏറ്റവും ഉയർന്ന തീരുവയുള്ള രാജ്യം, 27 മുതൽ പ്രാബല്യം. നീക്കം റഷ്യൻ എണ്ണയുടെ പേരിൽ നീതീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ. പിന്നീട് എന്റെ വാപ്പി കഷ്ടമുണ്ട് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ഒരു കഥയുണ്ട്. അതായത് രണ്ടാനമ്മയും ഉപ്പയും വീട്ടിൽ വെച്ച് തന്നെ ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു പാവം പെൺകുട്ടി അവളുടെ അവളുടെ നോട്ട്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പാണ്. അധ്യാപകർ ഇത് കണ്ട് അപ്പോഴാണ് ഇവളുടെ മുഖത്തൊക്കെ അടിച്ച പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടിയെ ഈ രണ്ടാനമ്മയും ഈ അച്ഛനും തമ്മിൽ ചേർന്നിട്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിന്റെ ഒരു വാർത്തയാണ്. ആലപ്പുഴയിലാണ്. എനിക്ക് അമ്മയില്ല കേട്ടോ, എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ. എന്റെ വാപ്പിയും ഉമ്മിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്. എനിക്ക് സുഖമില്ല സാറേ, വിഷം തന്ന് കൊല്ലുമെന്നാണ് വാപ്പി പറയുന്നത്. എന്റെ വാപ്പി കഷ്ടമുണ്ട്. പിതാവും രണ്ടാനമ്മയും ചേർന്ന് അടിച്ചു തിണർപ്പിച്ച കവിളിലൂടെ കണ്ണീരൊഴുക്കി അശരണയായ ഒരു 9 വയസ്സുകാരി എഴുതിയ കുറിപ്പാണിത്. ആ രീതിയിലുള്ള വളരെ ടച്ചിങ് ആയ ഒരു സോഫ്റ്റ് സ്റ്റോറിയാണ് മലയാള മനോരമ വളരെ നന്നായി കൊടുത്തത്. മറ്റൊന്ന് ഉത്തരാഖണ്ഡിലെ പ്രളയത്തിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ട്. മലയാളി സംഘം സുരക്ഷിത, 28 പേരെയും ക്യാമ്പിലേക്ക് മാറ്റി, 190 പേരെ രക്ഷിച്ചെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന വാർത്ത. ഏറ്റവും താഴെയാണ് എങ്കിലും വളരെ പ്രാധാന്യത്തിൽ തന്നെയാണ്. മെഡിസപ്പ് വർഷം 5 ലക്ഷം രൂപ വരെ, വർഷം നേരത്തെ 3 ലക്ഷം എന്നുള്ളത് 5 ലക്ഷം രൂപ വരെ എന്നുള്ള വാർത്തയാണ്. പ്രതിമാസ പ്രീമിയം നിശ്ചയിച്ചിട്ടില്ല, നിലവിലെ 500 രൂപ 750 രൂപയാക്കാമെന്നാണ് പഠന സമിതിയുടെ ശുപാർശ. ആ രീതിയിലാണ് മലയാള മനോരമ ഈ വാർത്ത കൊടുത്തത്. അപ്പൊ ഇത്രയാണ് മലയാള മനോരമയുടെ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളെ. മറ്റ് ശ്വേതയുടെ വാർത്തയും മറ്റു വാർത്തകളൊക്കെ ഇതിനുള്ളിലുണ്ട്. ഞാൻ അതിലേക്ക് വരാം. പിന്നീട് നമുക്ക് അടുത്ത പത്രം ദേശാഭിമാനിയുടെ വാർത്ത ഇരട്ടിപ്രഹരം എന്നാണ്. ട്രംപിന്റെ അങ്ങനെ വളരെ ക്രൂരമായ ഒരു മുഖമൊക്കെ കാണിച്ചിട്ട് ഇന്ത്യക്കുള്ള തീരുവ 50%. ഈ വാർത്തയിൽ എവിടെയെങ്കിലും മോദിക്കെതിരെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ? എന്തുണ്ടെങ്കിലും ദേശാഭിമാനിക്ക് മോദിക്ക് 4 ചീത്ത വിളിച്ചില്ലെങ്കിൽ ദേശാഭിമാനി പത്രം തയ്യാറാക്കുന്നവർക്ക് ഉറക്കം കിട്ടില്ല കേട്ടോ. മൗനം തുടർന്ന് മോദി അതല്ല, മോദി എനിക്ക് തോന്നുന്നു മോദി ഏറ്റവും പുതിയ പ്രസംഗത്തില് നമ്മുടെ സ്വാമിനാഥൻ ചരമ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സെമിനാറിൽ മോദി വളരെ കർക്കശമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ നിലപാട് മാറ്റാനൊന്നും പോകുന്നില്ല, ട്രംപ് കളിച്ചോട്ടെ, നമുക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെ മോദി നൽകിയിട്ടുണ്ട്. പക്ഷെ ദേശാഭിമാനി പറയുന്നു മൗനം തുടർന്ന് മോദി. അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% തീരുവ പ്രഖ്യാപിച്ചിട്ടും ദുർബല പ്രതികരണവുമായി മോദി പിന്നെ പോയി കണ്ട് ട്രംപിന്റെ മുഖത്തടിക്കണം. എന്താണ് ഇവർക്ക് പറ്റിയത്? അധിക തീരുവ ചുമത്താനുള്ള തീരുമാനം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ 50% തീരുവ പ്രഖ്യാപിച്ചിട്ടും ട്രംപിനെ വിമർശിക്കാൻ പ്രധാനമന്ത്രി കൂട്ടാക്കിയിട്ടില്ല. വ്യാപാര ചർച്ചകൾ തുടരുമെന്ന നിലപാടിലാണ് മോദി സർക്കാർ. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡെസിൽവ അടക്കമുള്ള ലോക നേതാക്കൾ ട്രംപിന്റെ തീരുമാന
തീരുവ യുദ്ധത്തെ നിശ്ചിതമായി വിമർശിക്കുമ്പോഴാണിത്. അപ്പം നമ്മുടെ ട്രംപിനെ വിമർശിക്കാൻ മോദിക്ക് പേടിയാണെന്ന് ദേശാഭിമാനി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കണ്ണൂർ സർവകലാശാല യൂണിയൻ 26-ാം വർഷവും SFIക്ക് അങ്ങനെ നോമിനേഷൻ പേപ്പറൊക്കെ തട്ടിപ്പറിച്ച് ഓടി എങ്ങനെയെങ്കിലും 26-ാം വർഷവും SFI കണ്ണൂർ സർവകലാശാല യൂണിയൻ കൈപ്പിടിയിൽ ഒതുക്കി എന്നുള്ളത് ഏറ്റവും ഒരു 1, 2, 3, 4 കോളം തലക്കെട്ടില് എഴുതിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച SFI സ്ഥാനാർത്ഥികളായ വിദ്യാർത്ഥികൾ കണ്ണൂർ നഗരത്തിൽ നടത്തിയ പ്രകടനം. എന്നിട്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ KSU MSF അക്രമം എന്നാണ് പറയുന്നത്. SFI കുട്ടികൾ രക്ഷാപ്രവർത്തനം മാത്രമേ നടത്തുള്ളൂ. SFIക്കാരും DYFIക്കാരും രക്ഷാപ്രവർത്തനം മാത്രമേ നടത്തുള്ളൂ. രക്ഷാപ്രവർത്തനം പറഞ്ഞാൽ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും കോൺഗ്രസ്സുകാരെയും KSCക്കാരെയും MSFുകാരെയും തലമണ്ട് അടിച്ച് പൊട്ടിക്കും. അത് നല്ലതാണ്, വളരെ നല്ലതാണ്. കാരണഭൂതം പറഞ്ഞിട്ടുണ്ട്, കാരണഭൂതത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് SFI കുട്ടികൾ ചെയ്യേണ്ടത്. അവർ അത്രയേ ചെയ്തിട്ടുള്ളൂ. പണ്ടേതോ സിനിമയിൽ ആ കിലുക്കത്തിൽ രേവതി പറഞ്ഞ പോലെ ഞാൻ ആ പൂച്ചട്ടി എടുത്തിട്ട് അയാളുടെ തലമണ്ട് കൊന്നു കൊടുത്തു. അപ്പം തന്നെ അയാൾ മറിഞ്ഞിട്ട് വീണു, അയാളുടെ തല പൊട്ടി, പൂച്ചട്ടിയും പൊട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ പൂച്ചട്ടി എടുത്തിട്ട് അടിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അക്രമം നടത്തിയത് ആരാണ്? അക്രമം നടത്തിയത് MSFുകാരാണ്, KSCക്കാരാണ് അക്രമം നടത്തിയത്. ഞങ്ങൾ അക്രമം നടത്താറില്ല. ഞങ്ങൾ ആകെ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലമണ്ട് അടിച്ച് പൊട്ടിക്കും. അത് എന്താണ് രക്ഷാപ്രവർത്തനം. യെസ്. പിന്നെന്താണ്? പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച് ഹൈക്കോടതി സിംഗിൾ കോളം. തദ്ദേശ വോട്ടർ പട്ടിക ഇന്നുകൂടി പേര് ചേർക്കാം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ചുമതലയല്ലേ VCക്കെന്ന് ഹൈക്കോടതി. അങ്ങനെ മെഡിസപ്പ് പരിരക്ഷ 5 ലക്ഷമാക്കിയ മേലുണ്ട്. മെഡിസപ്പ് പരിരക്ഷ 5 ലക്ഷമാക്കി. പദ്ധതി 2ാം ഘട്ടത്തിലേക്ക്. വേണ്ട ഒരു പ്രാധാന്യത്തോടെ അല്ല ദേശാഭിമാനി വാർത്ത കൊടുത്തത്. ഇതിന്റെ കാരണമുണ്ട്. മെഡിസപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും സർക്കാരിന്റെ ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. മാധ്യമമാണ് ഈ വാർത്ത ഉള്ളിൽ നന്നായി കൊടുത്തിട്ടുണ്ട്. ഞാനത് ഒരു പ്രത്യേക വീഡിയോ അതിനെ കുറിച്ച് ചെയ്യട്ടെ. കാരണം മെഡിസപ്പ് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻകാർക്കൊക്കെ സഹായകരമായേക്കാവുന്ന അല്ലെങ്കിൽ സഹായകരമാവേണ്ട ഒരു പദ്ധതിയാണ്. പക്ഷേ സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സഹായവും ഇതിനുവേണ്ടി ചെയ്യുന്നില്ല. ഒരു പ്രൈവറ്റ് ഏജൻസിയെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തി, പ്രൈവറ്റ് ആശുപത്രികളെ ചുമതലപ്പെടുത്തി സർക്കാർ നിന്ന് മാറി നിൽക്കുകയാണ്. സർക്കാരിന്റെ ഭാഗം ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും ഇല്ലാത്ത ഈ പദ്ധതി ഒരുപാട് അതിന്റെ തകരാറുകൾ ഉണ്ടായിരുന്നു. ഒരു തകരാറും പരിഹരിക്കാതെ 500 രൂപ എന്നുള്ളത് 750 രൂപയാക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂരത കൂടി സർക്കാർ ചെയ്തിരിക്കുന്നു എന്ന തരത്തിൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മറ്റൊന്ന്, അക്ഷയ കേന്ദ്രങ്ങളിലെ ഫീസ് ഏകീകരിച്ചു. എല്ലാ പത്രത്തിലും വാർത്തയുണ്ട്, പക്ഷേ ദേശാഭിമാനി മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. K-സ്മാർട്ട് സേവനം അക്ഷയ കേന്ദ്രങ്ങളിലെ ഫീസ് ഏകീകരിച്ചു. പല അക്ഷയ കേന്ദ്രങ്ങളിലും പലതരത്തിലാണ് ഫീസ് വാങ്ങുന്നത്. ഇനി അത് പറ്റില്ല, അത് ഏകീകരിച്ചിട്ട് പട്ടിക പുറത്തിറക്കുന്നത് അപ്പോൾ ആൾക്കാർക്കൊക്കെ അറിയാം. ഇനി കേരളകൗമുദിയാണ്. കേരളകൗമുദി ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ് മേലെ തന്നെ ഉള്ളത്. താമരപ്പൂവിൽ ഉന്മേഷ ചായ വികസിപ്പിച്ചത് ബൊട്ടാണിക്കൽ യുവശാസ്ത്രജ്ഞർ താമരപ്പൂവിൽ നിന്ന് ചായ വികസിപ്പിച്ചത്രേ. പ്രമേഹമുക്ത മധുരം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണപ്പോ? JS ഐശ്വര്യയുടെ സ്റ്റോറിയാണ്. ഹായ് എന്നൊക്കെയാണ്. ഹായ്. ദേശീയ പുഷ്പമായ താമര കൊണ്ട് ഔഷധ ഗുണമുള്ള ചായ. ടീ ബാഗിൽ ചായപ്പൊടിക്ക് പകരം താമരക്കൂട്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ചർമ്മ സംരക്ഷണത്തിനും മാനസികാരോഗ്യത്തിനും താമരപ്പാനീയം ഉത്തമം. താമരയുടെ സത്തിൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിൽ ജലാംശം നിലനിർത്താനും സഹായിക്കും. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിലുള്ള കോഴിക്കോട് ആസ്ഥാനമായ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസ് ആണ് താമരയ്ക്കൊപ്പം വിവിധ ഔഷധ ഗുണങ്ങൾ ചേർത്ത ടീ ബാഗ് പുറത്തിറക്കുന്നത്. അങ്ങനെ താമരച്ചായ കുടിക്കാം എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത്. മെഡിസപ്പ് മുഖം മാറി എന്നുള്ളതാണ് കേരളകൗമുദിയുടെ മെയിൻ സ്റ്റോറി. കവറേജ് 5 ലക്ഷം. ഒഴിയാൻ ഓപ്ഷൻ ഇല്ല. പ്രീമിയം ഒഴിയാനൊന്നും പറ്റില്ല കേട്ടോ. അതാണ് പുതിയ ഒരു പുതിയ ഒരു നിബന്ധന. പ്രീമിയം 750, കാലാവധി 2 വർഷം. ഇതിൽ പറയുന്നു, നിലവിൽ 3 ലക്ഷം ആനുകൂല്യവും 500 രൂപ പ്രീമിയവുമാണ്. ഇൻഷുറൻസ് കമ്പനിയുടെ ടെൻഡർ അനുസരിച്ച് പ്രീമിയം മാറിയേക്കാം. ഓരോ വർഷവും പ്രീമിയം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആകെ അപകടത്തിലേക്കാണ് സംഭവം പോകുന്നത്. പിന്നീട് ഇന്ത്യക്ക് ട്രംപിന്റെ പ്രതികാര താരിഫ് 20% കൂട്ടിയതോടെ മൊത്തം 50% എന്നുള്ള വാർത്ത അവരുടെ അടിയിലാണ് കൊടുത്തത്. ഷാങ്ഹായ് ഉച്ചകോടിക്ക് മോദി 31-ന് ചൈനയിലേക്ക് എന്ന് പറയുന്ന ഒരു വാർത്ത കൂടി മോദിയുടെ പടം സഹിതം കൊടുത്തിട്ടുണ്ട്. പിന്നെതാ SFIക്കാരുടെ രക്ഷാപ്രവർത്തനത്തിന്റെ പടമാണ് കേട്ടോ മേലെ കൊടുത്തത്. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി SFI യുണൈറ്റഡ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫ്രണ്ട്, അതായത് UDSF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വാർത്ത 9-ാം പേജിലാണ്. ആഷ്ലി ജോസിന്റെ ഫോട്ടോയാണ്. പാലിയേക്കര ടോളിന് വിലക്ക്, UPI ഇടപാടിന് പണം വിടുങ്ങാൻ നീക്കം തുടങ്ങിയ വാർത്തകളാണ് കേരളകൗമുദിയുടെ 1-ാം പേജിലുള്ളത്. ഇനി നമുക്ക് മാധ്യമം കൂടി നോക്കാം. മാധ്യമം ആകെ ഒരു 4-5 വാർത്തയെ മാധ്യമത്തിന്റെ 1-ാം പേജിലുള്ളൂ. തിരച്ചിൽ ഊർജിതം. ഉത്തരകാശി മേഘ വിസ്ഫോടനത്തിന്റെ തുടർ വാർത്തയാണ്.
തൃപ്പൂണിത്തുറയിലെ ദമ്പതികളും സുരക്ഷിതർ എന്ന് പറയുന്നു. 413 പേരെ രക്ഷപ്പെടുത്തി. ബുധനാഴ്ച ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. 100-ലധികം പേരെ കാണാതായി. 28 അംഗ മലയാളി സംഘം സുരക്ഷിതർ. പിന്നീട് തെങ്ങ് പൊട്ടി വീണ് യുവതിക്ക് ദാരുണാന്ത്യം. ഇത് നാദാപുരത്താണ്. വാണിമേലിയിൽ തെങ്ങ് പൊട്ടി ദേഹത്ത് വീണ് യുവതിക്ക് ദാരുണാന്ത്യം. വീട്ടുമുറ്റത്ത് 1.5 വയസ്സുള്ള കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതിനിടെയാണ്. വളരെ വളരെ എന്താ പറയാ, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ദുരന്ത കഥയാണ്. വീട്ടുമുറ്റത്ത് 1.5 വയസ്സുള്ള കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതിനിടെ സമീപത്തെ കേടുവന്ന തെങ്ങ് പൊട്ടി മറ്റൊരു മരത്തിൽ തട്ടിത്തെറിച്ച് ഇവരുടെ ദേഹത്ത് പതിക്കുകയായിരുന്നു. എന്താ കഷ്ടം. നാട്ടുകാർ ഉടൻ കലാച്ചിയിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏത് വഴിക്കാണ് മരണം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യക്ക് 50% തീരുവ ചുമത്തി ട്രംപ്. തീരുന്നില്ല എന്നാണ് മാധ്യമത്തിന്റെ തലക്കെട്ടെ. തീരുവ യുദ്ധം. 25% പകരച്ചുങ്കം. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് 20% പിഴ. മറ്റൊന്ന്, റിസർവ് ബാങ്ക് പണ നയം പ്രഖ്യാപിച്ചു. പലിശ നിരക്കിൽ മാറ്റമില്ല എന്ന് പറയുന്ന ഒരു ബോക്സ് സ്റ്റോറി. മെഡിസെപ്പ് പരിഷ്കരിക്കും എന്നാണ് 1-ാം പേജ്. മറ്റൊന്ന് ഇതിന്റെ സ്റ്റോറിയാണ്. ഇതിന്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞത്. മറ്റൊന്ന്, തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി വെട്ടിമാറ്റിയ 65 ലക്ഷം പേരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണം. ബീഹാറിലെ ആ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി പറയുന്നത് വെട്ടിമാറ്റിയ 65 ലക്ഷം പേരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മെഡിസെപ്പിന്റെ ഈ വാർത്ത മാധ്യമം കൊടുത്തത് കൂടി ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം മെഡിസെപ്പിന്റെ തട്ടിപ്പ് ഒന്ന് അറിയണല്ലോ. എനിക്കൊന്നും മറ്റു പത്രങ്ങളൊന്നും അങ്ങനെ ആ സംഭവം കൊടുത്തിട്ടില്ല. ഇത് 5-ാം പേജിലാണ്. മാധ്യമത്തിന്റെ 5-ാം പേജ്. താഴെ കാണാം മെഡിസെപ്പ് അപര്യാപ്തതകൾ കാണാതെ അടുത്ത ഘട്ടത്തിലേക്കാണ് തലക്കെട്ട്. അപര്യാപ്തതകൾ കാണാതെ അടുത്ത ഘട്ടത്തിലേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയുന്നത്, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിൽ എംപാനൽ ചെയ്ത ആശുപത്രികളുടെ എണ്ണത്തിലും ക്യാഷ്ലെസ് ചികിത്സയിലും അടക്കം അപര്യാപ്തത നിലനിൽക്കുമ്പോഴാണ് സർക്കാർ പ്രീമിയം വർധനയുമായി 2-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആവശ്യം ക്യാഷ്ലെസ് ചികിത്സ വേണമെന്നായിരുന്നു. അതായത് നമുക്ക് പെട്ടെന്നൊരു അപകടം ഉണ്ടാവുമ്പോൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മെഡിസെപ്പിൽ ചേർന്ന ആൾക്കാർക്ക് സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞാൽ ചികിത്സക്ക് പണം കൊടുക്കരുത്. കാരണം ഈ ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മെഡിസെപ്പിൽ ചേർന്ന ആൾക്കാർ ആദ്യം തന്നെ പൈസക്ക് അടയ്ക്കണം. എന്നിട്ട് പിന്നീടാണ് പൈസ റീഇംബേഴ്സ് ചെയ്യുക. അതായത് പൈസ നമ്മൾ അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇതിന്റെ രേഖകളൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുക. പക്ഷെ അത് പലപ്പോഴും 50%, 40% ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ അതിന് പകരം സൗജന്യമായി ചികിത്സ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അത് നടപ്പാക്കിയില്ല. പിന്നെ എന്താണ്, എംപാനൽ ചെയ്ത ആശുപത്രികളുടെ എണ്ണം. ഈ ആശുപത്രി പല സ്വകാര്യ ആശുപത്രികളും, പല മികച്ച സ്വകാര്യ ആശുപത്രികളിലും ഈ മെഡിസെപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആശുപത്രികളിൽ ചെന്നാൽ ഇവർക്ക് ഈ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കില്ല. ഈ 2 കാര്യങ്ങളും ഈ പുതിയ പരിഷ്കരണത്തിൽ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. പിന്നീട് പല ജില്ലകളിലും പ്രധാന ആശുപത്രികളെല്ലാം മെഡിസെപ്പ് കൈയൊഴിഞ്ഞ നിലയിലാണ്. ഇന്ന് പ്രധാന ആശുപത്രികളെല്ലാം മെഡിസെപ്പ് കൈയൊഴിഞ്ഞ നിലയിലാണ്. ഇത് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ഒന്നും നിർദ്ദേശിക്കാതെയാണ് നിലവിലുള്ള 500 രൂപയിൽ നിന്ന് പ്രതിമാസ പ്രീമിയം 750 രൂപയായി ഉയർത്തിയത്. ഇതൊന്നും പരിഹരിക്കാതെയാണ്, പ്രധാനപ്പെട്ട ആശുപത്രികളെ ഒന്നും ഈ സ്കീമിൽ ഉൾപ്പെടുത്താതെയാണ് ഈ പാവപ്പെട്ട നമ്മുടെ ഈ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ നേരത്തെ 500 രൂപക്ക് പകരം പ്രതിമാസം 750 രൂപ പിടുങ്ങുന്നത്. പിന്നീട് ഇതുവഴി പ്രതിവർഷ പ്രീമിയം തുക 5000 എത്രയാണ് 6000 എന്നത് 9000 രൂപയായി മാറും. അതായത് ഈ 750 രൂപ വീതം കൊടുക്കുമ്പോൾ ഒരു വർഷം 9000 രൂപയാണ് അടക്കേണ്ടത് കേട്ടോ. ഒരു വർഷം 9000 രൂപയാണ് ഈ പദ്ധതിയിലേക്ക് അടക്കേണ്ടത്. അപ്പോഴാണ് ഈ ആനുകൂല്യം നമുക്ക് കിട്ടുക. പ്രീമിയം വർദ്ധിപ്പിച്ചാലും ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമായാൽ ആശ്വാസമാകുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇനി പ്രീമിയം വർദ്ധിപ്പിച്ചാലും വേണ്ടില്ല, നമുക്ക് ആ ക്യാഷ്ലെസ് ചികിത്സ, ക്യാഷ് കൊടുക്കാതെ ചികിത്സിക്കാനുള്ള സൗകര്യമാണ് വേണ്ടതെന്നാണ് കാലങ്ങളായി ഈ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരൊക്കെ പറയുന്നത്. പക്ഷെ അത് കേട്ടിട്ടില്ല. റീഇംബേഴ്സ്മെന്റ് തുക തിരികെ കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും 40 മുതൽ 60% വരെ വെട്ടിക്കുറച്ച തുകയാണ് പലർക്കും ലഭിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബില്ല് ഹാജരാക്കിയാലും അതിന്റെ 40% മുതൽ 60% വരെ വെട്ടിക്കുറച്ചിട്ട് ബാക്കി തുക മാത്രമേ ലഭിക്കുന്നുള്ളൂ. അങ്ങനെ ആണ് ഈ മെഡിസെപ്പ് പദ്ധതിയുടെ. പിന്നീട് ഈ സ്റ്റോറി കുറച്ച് ലെങ്തി സ്റ്റോറിയാണ്. ഇതൊക്കെയാണ് മെഡിസെപ്പുമായി ബന്ധപ്പെട്ട ഈ അപാകതകൾ. ഇതൊന്നും പരിഹരിക്കാതെയാണ് വീണ്ടും കൊള്ളയടിക്കുകയാണ് പിണറായി സർക്കാർ. ഓക്കെ,
അപ്പൊ ഇതാണ് ജനറൽ ആയിട്ട് ഇന്ന് പത്രങ്ങളിലെ പൊതുവായി ഒന്നാം പേജിലെ വാർത്തകൾ സംബന്ധിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാത്ത ഒരുപാട് വിവാദ വിഷയങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.